അല്ല ഏതാ ഡേറ്റ് ഏതാ കിട്ടിക്കണ കറക്റ്റ്? ഡേറ്റ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ നെയ്യത്താണ് ഇപ്പോ. മാഷാ അല്ലാ. നെയ്യത്ത് വെച്ചേക്കാണ്. അള്ളാഹു ഹൈറാക്കട്ടെ. ഇൻഷാ അല്ല അള്ളാ. ഞാന് മോൾക്ക് പിന്നെ ഓർമ്മയില്ലേ? ഇവനെ കണ്ടണോ? അനിയനാണ് അർഷാദ്. കണ്ടണ്ടാ? ആ ഇല്ലല്ലേ? അല്ല അന്ന് കല്യാണത്തിന് ഇപ്പം പഠിക്കുകയാണ്, അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല ഇവൻ. അല്ലേ? കല്യാണത്തിന് റാഫി ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇല്ലാണ്ട്. റാഫിനെ കണ്ട ഓർമ്മല്ലേ? ഓർമ്മ ഉണ്ടാ? ആ പിന്നെ ഞാൻ ഗൾഫിലായി കുറച്ചു കാലം, ഒരു 12 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു. ഞങ്ങളെ ഈ ഉം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹം കുറെ കാലമായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നതാണ്, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. പിന്നെ അൽഹംദുലില്ലാ. അപ്പൊ ഇങ്ങനെ നെയ്യത്ത് വെച്ചുകൊണ്ട് എല്ലാവരോടും ഒന്ന് ആ സന്തോഷം അറിയിക്കാന്നുള്ളതിൽ ഇതിപ്പോ യാത്ര പറച്ചിലാണോ? അല്ലല്ലോ. അല്ല, യാത്ര അത് പിന്നെ വരും. ഡേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം ഇൻഷാ അള്ളാ എല്ലായിടത്തും വരും. അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കുക, എല്ലാവരും ദുആ ഉണ്ടാകുക. ഇൻഷാ അല്ലാ പടച്ചോൻ ഹൈറാക്കട്ടെ. എല്ലാവർക്കും അവിടെ പുണ്യഭൂമിയിൽ നിന്ന് വരാൻ അതന്നെ ആഗ്രഹമുണ്ട് അല്ലേ? അതന്നെ ഇൻഷാ അള്ളാ. ഇൻഷാ അല്ലാ. അല്ല എന്താണ് വീട്ടിലത്തെ വർത്താനം എന്തൊക്കെ? വീട്ടിലും മാകുപ്പൊക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയ ഈ വാർദ്ധക്യ ഉപ്പാനപ്പം സഹജമായ നാട് നമ്മള് ഇവിടെ ചെങ്ങനകുളത്തൊരു കല്യാണത്തിൽ വെച്ച് കണ്ടിരുന്നു. ആ ആ ആ വാപ്പുട്ടാളേന്റെ ആ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നല്ലോ അതിന്. ഞാൻ എന്നെ കണ്ടില്ലല്ലോ. അത് എന്താന്നറിയില്ല, പെട്ടെന്ന് വന്ന് പോയി. ആ ആ അതാ അനക്ക് പോകണ്ടല്ലേ. ആ ഇപ്പാനെ കണ്ട് കുറെ കുത്തിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അങ്ങനെ കൂടുമ്പോഴേ കാണുള്ളൂ. മൂപ്പരെന്താ നീ മറന്നാണോ എന്നോട് പറഞ്ഞില്ലട്ടാ. ഇല്ലല്ലേ? ഇല്ലല്ല. അവനെന്റെ ആൾക്കാരായിട്ട് കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് സംസാരിക്കാറുള്ളത് അല്ലേ? അതന്നെ, നമ്മളിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് സന്ദർശിക്കാനൊക്കെ വരുന്നത്. മോളെന്താ അമ്മക്ക് എന്താന്ന് വയ്യാന്നൊക്കെ പണ്ട് ഇവലൊക്കെ കുട്ടികൾ പറഞ്ഞത് മറിയൊക്കെ ഭേദായപ്പോ? ഭേദായ? അത് എവിടെ ഇപ്പൊ കാണിക്കുന്നത്? തൃശ്ശൂരാ? ജൂബിലിയില്. ജൂബിലിയിലാ? ഓപ്പറേഷൻ വേണ്ടി വന്നോ? ഇല്ലല്ല, അതൊക്കെ ചെറിയ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത് മരുന്നുകൊണ്ട് തന്നെ ക്ലിയർ പ്രായത്തായി ആയി. അല്ലേ? കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ചായ എടുക്കണ്ട? ഞാൻ ചായ എടുപ്പില്ല. വേണ്ട, വെള്ളം കുടിച്ചു. ഇനിയിപ്പോ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ഇല്ല, എന്തായാലും ഇൻഷാ അല്ലാ ഇനി ഇതുപോലൊക്കെ ഉൾപ്പെടുത്തുക. ഞങ്ങളെ ഇൻഷാ അല്ലാ യാത്ര പടച്ചോന് യാത്ര ഹൈറാക്കട്ടെ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ആ വിളിക്ക്. വരണ്ട്. ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ അല്ലാഹു ഹൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇടക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇവന് എവിടെയും പോലെന്ന് വന്നാ പിന്നെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ. ഇൻഷാ അല്ലാ ട്ടാ മോളെ. ഇൻഷാ അല്ലാ ട്ടാ. അസ്സലാമു അലൈക്കും. മോളെ എന്നാ ഈ ക്ലാസ്സിന് കൊണ്ടുവച്ചോ. ഞാൻ അയ്യോ, എന്റെ ഫോൺ മറന്നു. എടുത്തോ. ഫോണും ചാവിയും ഒക്കെ മറന്നു. നപ്പാടന്മാരൊക്കെ സ്ഥലം പറയട്ടാ. ഇൻഷാ ഇൻഷാ അല്ലാ മോളെ. ഇൻഷാ അല്ലാ. ശരി, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇനി അമ്മായിരോടൊക്കൊന്ന് പോവാം. പകരം പെങ്ങളുണ്ട്. ആരും അങ്ങനെ അടുപ്പമില്ലാത്തതിന്റെ ഒരു പ്രശ്നമുള്ളൂ. അങ്ങോട്ടും കൂടെ പോവാം. പിന്നെ അമ്മായി കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം പോവാൻ ഉദ്ദേശിച്ചവരൊക്കെ ഏകദേശം ആയി. അസ്സലാമു അലൈക്കും. മയ്യേ, അറിയോ? സിറാജാണ്, നിങ്ങളെ കുഞ്ഞോമ്മേന്റെ മോന്. ഇല്ല ഇല്ല അമ്മായി, ഇരിക്കൊന്നും വേണ്ട. ഞങ്ങളേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാ. അമ്മായിനൊന്ന് കാണുകയും ചെയ്യണോ. പിന്നെ അമ്മായിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായി. നെയ്യത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ. ഇതിന്റെ പെണ്ണാണ്, ഭാര്യയാണ്. നിങ്ങൾ അന്ന് കണ്ടക്കിന് കല്യാണത്തിന് വന്നിട്ടുണ്ട്, പക്ഷെ അതിന് ശേഷം നമ്മളിപ്പോ വരവും സംഭവങ്ങളൊക്കെ ഇല്ല. പരസ്പരം കണ്ടുമുട്ടലൊന്നുമില്ല. അതന്നെ. അങ്ങനെ ഇപ്പൊ അമ്മായിനും കാണാൻ, എല്ലാരും കാണാൻ, കുടുംബക്കാരുടെ അടുത്ത് ഇറങ്ങിയതാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഞങ്ങൾ രണ്ടാളും കൂടെ പോവും. ടിക്കറ്റും മിസ്സൊന്നും എടുത്തിട്ടില്ല. നെയ്യത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും ഇതുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് എല്ലാവരും പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അമ്മായിനെ കാണാനും പറ്റി ഇൻഷാ അല്ലാ. എന്തായാലും മോളെ ഒരു മോളുണ്ടായിരുന്നില്ല അവിടെ, അതൊക്കെ പോയാ? ഇവിടുന്ന് ഇവിടേക്ക് പോയി. മറ്റേ മോളെ കെട്ടിച്ചു വിട്ടല്ലോ ഒരാളെ, അതിലൊരു മോളുണ്ടല്ലോ. രണ്ടാമത് കല്യാണം കഴിക്കുമ്പോ ആ മോളായിട്ട് പോയോ അതോ മോളൂടെ ഉണ്ടെങ്കിലും കൂടെ? അപ്പൊ നിങ്ങളിപ്പോ ഒറ്റക്ക അവിടെ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ? എങ്ങനെ നിങ്ങൾക്ക് ആർക്ക് സഹായമൊക്കെ ഉണ്ടാ? അടുത്തുള്ളവരെ സഹായിക്കും. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യും. പണിക്ക് പോകുന്നുണ്ട് അല്ലേ? അമ്മായിക്ക് വേണ്ടിട്ട്
നല്ലോണം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ, കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട്. ഇൻഷാ അല്ലാ, ഒക്കെ ശരിയാവും ട്ടോ, ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. വരണ്ട ഞങ്ങൾ ഇറക്കാം ട്ടോ. ശരി. സന, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ ഹജ്ജ് യാത്ര ക്യാൻസൽ ചെയ്താൽ ഞാനത് കാണാൻ പറഞ്ഞു. ഞാൻ വിചാരിക്കണത് എന്താന്നല്ലേ, എന്തപ്പം അമ്മയുടെ അവസ്ഥ കണ്ടല്ലേ? ഓ, എങ്ങനെയുള്ള വീടല്ല അതൊക്കെ. നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ്. എന്ത് വീടാണ് പാവം. ശരിക്കും കണ്ണ് നിറഞ്ഞു. ഓരോ അവസ്ഥ നമുക്ക് ഇതിനു മുമ്പ് അറിയില്ലല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ഒരു യാത്ര പോയ കാരണല്ലോ. അതന്നെ, ഇതാണ് ഈ സന്ദർശിക്കണം എന്നൊക്കെ ഈ പറയണേ. ഹജ്ജിന്റെ കൂലിയൊക്കെ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അത് പടക്കം തരും. നമുക്ക് കഴിവുള്ള ഒരു ഹജ്ജ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അതിനേക്കാളും വലിയ കൂലി പടച്ചോൻ തരും അല്ലേ? ശരിയാക്ക. ഞാൻ അവിടുത്തെ സത്യം പറഞ്ഞ അത്രക്കും പൊട്ടി മനസ്സ്. പിന്നെ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ തോന്നും ഇൻഷാ അല്ലാ നമുക്ക് അവർ വീടുണ്ടാക്കി ആ പൈസ നമുക്ക് വീടുണ്ടാക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് ആൾക്കാരോട് യാത്ര പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യും. ഇനി നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് ചെയ്യാനും പറ്റും. ഇതെന്തായാലും അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കുക. നല്ല അതന്നെ നിങ്ങളെ തീരുമാനത്തിനൊപ്പം തന്നെ അതന്നെ ആ ഒരു തീരുമാനം എന്തായാലും അൽഹംദുലില്ലാ നീ അങ്ങനെ സമ്മതിച്ചല്ലോ. ഓക്കെ ഇൻഷാ അല്ലാ.